ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം ഒരു 5 രാശിക്കാർക്ക് ഈ നവംബർ 10 മുതൽ ഒരു നല്ല സമയം വന്നു ചേരുന്ന കാലഘട്ടമാണ്. ജ്യോതിഷപ്രകാരം ശനി ഗ്രഹം എന്ന് പറയുന്നത് അതീവ ശക്തമായിട്ടുള്ളൊരു ഗ്രഹം തന്നെയാണ്. ചില സമയത്ത് ശനി അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന, നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ചില നക്ഷത്ര ജാതകർക്ക് വളരെ അധികം ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരും എന്നതിൽ ഏതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. ശനീശ്വരൻ നൽകുന്ന ഈ ശുഭഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ 5 രാശിക്കാർക്ക് രാജാവിനെ പോലെ വാഴാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. നീചഗ്രഹമായതിനാൽ തന്നെയും ഈശ്വരൻ എന്നാണ് ശനിഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത്. ശനീശ്വരൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സമയം ഈ പറയുന്ന രാശിക്കാർക്ക് വളരെയധികം സമ്പത്ത് വന്നു ചേരാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. പല രീതിയിലും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ അല്ലാതെ തന്നെ ലോട്ടറി വഴിയോ നറുക്കെടുപ്പ് വഴിയോ ഒക്കെയുള്ള രീതിയിൽ പല വിധത്തിലും നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള യോഗം കാണുന്ന ഒരു സമയം കൂടിയാണിത്. പൊതുവായിട്ട് പറയുമ്പോൾ ഈ വരുന്ന നവംബർ 10 മുതൽ എല്ലാ നക്ഷത്ര ജാതകർക്കും 27 നക്ഷത്ര ജാതകർക്കും ശനീശ്വരൻ്റെ ദൃഷ്ടിഫലം എന്ന് പറയുന്നത് ഏറെക്കുറെ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ സ്വാധീനം വരുന്നത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട മേഖലകളിലായിരിക്കും ശനിയുടെ സ്വാധീനം ഏറ്റവും കൂടുതലും ഉണ്ടാകുവാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ കർമ്മമണ്ഡലത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ഒന്നിലധികം മാറ്റങ്ങൾ കർമ്മമണ്ഡലത്തിൽ സംഭവിക്കും എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. ഈ ഒരു സമയം ഈ പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു സമയം ഈ 5 രാശിക്കാരെ വിട്ടിട്ട് ബാക്കിയുള്ളത് മാത്രമായിട്ടല്ല പറയുന്നത്. എല്ലാ നക്ഷത്രക്കാരും 5 രാശിക്കാർക്ക് കൂടുതലായിട്ട് ഫലങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഈ പറയുന്ന 27 നക്ഷത്ര ജാതകർക്കും തങ്ങളുടെയൊക്കെ കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള ഉന്നതികൾ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിലിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, വിദേശയാത്ര, വിദേശ ജോലി എന്നിങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധിക വരുമാനം, ബിസിനസ്സിൽ ഉയർച്ച, കൂട്ടുകച്ചവടത്തിലുള്ള ഉയർച്ച, കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളർച്ച എന്നിങ്ങനെ പല രീതിയിലുള്ള ശുഭഫലങ്ങളും നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നവംബർ 10 മുതലുള്ള സമയം ശനീശ്വരൻ്റെ ദൃഷ്ടിയും ശുഭദൃഷ്ടിയും അനുഗ്രഹവും ഉണ്ടാകുന്നൊരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ രോഗശാന്തി എന്നിവ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയം ശനിയാഴ്ച ദിവസം നിങ്ങൾ ശനീശ്വര പ്രാർത്ഥന കാര്യങ്ങൾ, വഴിപാട് എന്നിവ നടത്തുക. അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം വഴിപാടായി നടത്തുക എന്നിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഉത്തമകരമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതിനുള്ള കാരണങ്ങളാവും. വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെ പ്രധാനമായിട്ടും നവംബർ 10 മുതൽ വളരെ വലിയ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് വരുന്നത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകരാണ്. ചിങ്ങം രാശിക്കാർ പ്രധാനമായിട്ടും ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം, വഴിപാട്, അർച്ചന എന്നീ കാര്യങ്ങൾ കൂടി ഈ ഒരു സമയത്ത് ചെയ്യുക. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിൽ വന്നു ചേരുന്നത്. കൂടാതെ വിദേശയാത്ര, വിദേശ ജോലി എന്നീ കാര്യങ്ങളും ഈ ഒരു സമയത്ത് നടക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ തന്നെ നിറവേറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും. എന്താഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നുവോ ആ ആഗ്രഹങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സന്തോഷത്തോടെ, മനസ്സുഖത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബപരമായിട്ടുള്ള സ്വത്ത് കയ്യിൽ വന്നു ചേരുക.
ഭൂമിപരമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുവുമായി സംബന്ധിച്ചിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വലിയ ലാഭങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധനവരവ് വളരെയധികം കൂടുതൽ ഉയർന്നു തന്നെ ഇരിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ ധനവ്യയം നിങ്ങൾ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. വരുന്ന ധനത്തെ അതേപടി ഉപയോഗിച്ച് തീർക്കാതെ നാളേക്ക് കൂടി മുതൽക്കൂട്ട് വച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം. കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കയ്യിൽ വരുന്ന ധനത്തിന് അത്രയും ആർഭാട രീതിയിലുള്ള ജീവിതം നയിക്കാൻ മുതിർന്ന് മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നവംബർ 10 മുതൽ ശനീശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം വരുന്ന രാശിയാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ശനീശ്വരൻ നിങ്ങളിൽ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട ശക്തിയായിട്ടുള്ള ഒരു ദൃഷ്ടിയായിരിക്കും നിങ്ങളിൽ വന്ന് ഭവിക്കുന്നത്. കൂടാതെ തന്നെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുവാനുമുള്ള മനോധൈര്യവും നൽകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. വൃശ്ചികം രാശിക്കാർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഏതൊരു കാര്യം, ഏതൊരു പ്രവർത്തനം ചെയ്യുവാൻ ഇറങ്ങിയാലും, വിദ്യാഭ്യാസപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലും ആ കാര്യം അതിൻ്റെ പരിപൂർണതയിൽ വിജയിപ്പിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് വരുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശത്രുദോഷം അകന്നു പോകുമെന്നുള്ളതാണ്. ശത്രുക്കളെ പാടെ അകറ്റി ജീവിതത്തിൽ നല്ലൊരു ചിന്തയും നല്ല മനോഭാവവുമായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്നു ചേരുകയും ഏതൊരു മത്സര പരീക്ഷകളിലും വിചാരിച്ചതിനേക്കാൾ മാർക്കുകൾ വാങ്ങിക്കുവാനും ഉന്നത വിജയം നേടുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സാധൂകരിച്ച് മനസ്സന്തോഷം നൽകി, മനസ്സന്തോഷം കിട്ടി ഏകദേശം കുറേ നാളുകൾ ഇനി നിങ്ങൾക്ക് സന്തോഷത്തോടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. നിരവധി അവസരങ്ങൾ, പല രീതിയിൽ വിജയിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള വിജയവും കൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക്. ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ 3 നക്ഷത്ര ജാതകർക്കും ശരിയായ രീതിയിലുള്ള വിശ്രമം, ശരിയായ രീതിയിലുള്ള ആഹാരം, ശരിയായ രീതിയിലുള്ള ഉറക്കം, ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാനും സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് എടുത്തു പറയുന്നത്. തുടർന്ന് വരുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ ജാതകരെ സംബന്ധിച്ച് നവംബർ 10 മുതൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കും. ഈ പറയുന്ന എല്ലാ രാശിക്കാർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം വരുന്നത് കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതലായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത് കർമ്മമണ്ഡലം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനം ശനീശ്വരൻ ചെലുത്തുന്നത്. അതുപോലെ തന്നെ മേടം രാശിക്കാർക്കും ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സകലമാന ബുദ്ധിമുട്ടുകൾക്കും, തൊഴിൽ സംബന്ധമായിട്ടുള്ള, ധനസംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അവസാനം കാണുവാൻ സാധിക്കുകയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ, പുതിയ ജോലിയിൽ പ്രവേശനം ലഭിക്കുവാൻ, നിലവിലെ ജോലിയിൽ നിന്നും സ്ഥാനക്കയറ്റം കിട്ടുവാൻ, ശമ്പള വർധനവ് വന്നു ചേരുന്ന സമയം, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ മേടം രാശിക്കാർക്ക് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ചെയ്യുന്ന തൊഴിലിൽ, ഏത് തൊഴിലായിരുന്നാലും ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഒന്നിലധികം ആൾക്കാരെ ചേർത്തുകൊണ്ട് നടത്തുന്ന ബിസിനസ് സംരംഭങ്ങൾ വിജയം കാണും. കൂട്ടുകച്ചവടം വിജയത്തിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കുന്നതായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഒന്നിൽ കൂടുതൽ ശാഖകൾ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയം, അതിൽ നിന്നെല്ലാം വളരെ വലിയ വരുമാനങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും.
ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ തുടങ്ങുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളിൽ ഏതൊക്കെ രീതിയിലാണോ ധനം ആവശ്യമായി വരുന്നത് ആ രീതിയിൽ മാത്രം ധനവിനിയോഗം നടത്തുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ധനവിനിയോഗം ചെയ്യാതിരിക്കുക. ആ ഒരു രീതിയിൽ ചെയ്തു പോയാൽ മാത്രമായിരിക്കും വിജയത്തിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന രാശി എന്ന് പറയുമ്പോൾ മിഥുനം രാശിയാണ്. ഈ മിഥുനം രാശിയിൽ വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളവും അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. വളരെ താഴ്ന്ന രീതിയിലൊന്നും അല്ല ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ നവംബർ 10 മുതൽ അതിനേക്കാളുമൊക്കെ മുകളിലേക്ക് സാമ്പത്തിക സ്ഥിതി ഉയർന്നുകൊണ്ട് പോകുവാൻ സാധിക്കും എന്നുള്ളത് തന്നെ പറയാം. ബിസിനസ് പരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാവും. ബിസിനസ്സിൽ പല കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യുവാൻ സാധിക്കും. കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ ധനപരമായിട്ടുള്ള കാര്യമല്ലാതെ കുടുംബപരമായിട്ടും ഉയർച്ചകൾ ഉണ്ടാകുന്നൊരു സമയം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ സ്ഥിരമായിട്ട് നിലകൊള്ളുന്നൊരു സമയം. കുട്ടികളുടെ പാഠ്യപദ്ധതി കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ പറ്റുന്ന ഒരു സമയം. എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ സമയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വഴിപാട്, അർച്ചന, നീരാഞ്ജനം കാര്യങ്ങൾ ചെയ്ത് ദോഷപരിഹാരങ്ങൾക്കുള്ള പരിഹാരം കൂടി കാണുക എന്നുള്ളതാണ്. ശനീശ്വരൻ പൂർണ്ണമായിട്ടും ദൃഷ്ടി ചെയ്ത് നിങ്ങൾക്ക് നല്ലത് വരുത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സമയം നിൽക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. വീട്ടിൽ നിങ്ങൾക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നൊരു സമയം. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്നൊരു സമയം. ഭൂമി വാങ്ങുവാനോ വാഹനങ്ങൾ വന്ന് ചേരുവാനോ പറ്റിയ സമയം എന്നിങ്ങനെ സകല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളും നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം വരില്ല. ധനപരമായിട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യം വരില്ല. സകല ബാധ്യതകളും തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും മിഥുനം രാശിക്കാർക്ക്. ഈ ഒരു സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ആൾക്കാരെ മനസ്സിലാക്കുമ്പോൾ കൂടെയുള്ളവരെ, കുടുംബത്തിലുള്ളവരെ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരെ, സുഹൃത്തുക്കളെ, അത്രയും വേണ്ടപ്പെട്ടവരെ ഒക്കെ മനസ്സിലാക്കുമ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വ്യക്തമായി മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കൂടുതൽ വാക്ക് തർക്കത്തിനോ പിണക്കത്തിനോ ഉള്ള ഇടവരാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊന്നും പ്രശ്നമില്ല. എല്ലാം അതിൻ്റേതായ രീതിയിൽ അനുകൂലാവസ്ഥയിൽ വന്നു ചേരും എന്നുള്ളത് ഒരു മാറ്റവുമില്ല. തുടർന്ന് വരുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത്. ഈ മകരം രാശിയിൽ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ രാശിക്കാർക്ക് നവംബർ 10 മുതൽ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ടുള്ള കാലഘട്ടമായിരിക്കും എന്നാണ് പറയാൻ പറ്റുന്നത്. ഏതൊരു രീതിയിലും ശനീശ്വരൻ്റെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. എടുക്കുന്ന തീരുമാനങ്ങൾ വിജയിപ്പിക്കുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, തൊഴിലിലുണ്ടായിരുന്ന തടസ്സം, ശത്രുത എന്നിവ മാറിക്കിട്ടുന്ന ഒരു സമയം. നിങ്ങളിപ്പോൾ ഈ മകരം രാശിക്കാർക്ക് ഗൃഹം വാങ്ങിക്കുവാനോ ഗൃഹം മോടി പിടിപ്പിക്കുവാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അത് വളരെ നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഈ ഒരു സമയമായിരിക്കും ഉത്തമം എന്ന് പറയാം. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ ഭാഗ്യങ്ങൾ വരാൻ പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ മുന്നേ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തുകൊണ്ടിരുന്ന ജോലി അതിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും നിഷ്പ്രയാസമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും മുന്നേ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുകയും 10 ആൾ കൂടുന്നിടത്ത് നിങ്ങളെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ഒരാളുടെ കർമ്മത്തിനനുസരിച്ചാണ് ശനീശ്വരൻ്റെ ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് മുന്നേയൊക്കെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി മുൻനിർത്തിയിട്ട് പറയുന്നു. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അത്രയും
നിസ്സഹായരായ ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അവരെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. ആ ഒരു രീതിയിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നവംബർ 10 മുതൽ ശനീശ്വരൻ്റെ അനുഗ്രഹം വരുന്ന 5 രാശിക്കാർക്ക് വരുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.